നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിഷു ആഗതമായിരിക്കുകയാണ്. വിഷു സംക്രമ ഫലത്തെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. എന്നിരുന്നാലും വിഷുവിന്റെ നക്ഷത്ര ഫലത്തെ നമുക്ക് പറയാൻ ബാക്കിയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ സമ്പൂർണ്ണ വിഷു നക്ഷത്ര ഫലത്തെയാണ് പറയുന്നത്. സംക്രമ ഫലത്തെ നിങ്ങൾ ഏവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതൊരു പ്രത്യേക രീതിയിലുള്ള ഫലപ്രവചനമാണ്. വിഷു ദിവസത്തെ ആ സംക്രമ സമയത്തെ രീതികൾ അനുസരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് വിഷു സംക്രമത്തോടനുബന്ധിച്ചുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി മൂലമുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം ഫലങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ചെറിയ 12 വീഡിയോകളിലായിട്ട് നമുക്കത് പറഞ്ഞു പോകാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. ഇപ്പോൾ നമുക്ക് മീനക്കൂറുകാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് ഉരുട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ബന്ധുജനങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ പുതിയ പരിവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. തൊഴിൽപരമായും മറ്റും അകന്നു താമസിച്ചിരുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതാണ്. സംഘടനാ പ്രവർത്തന രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തും ചില വിജയങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. മത്സ്യവും മറ്റ് കടൽ ജലാശയങ്ങൾ എന്നിവയുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണപരമായിട്ടുള്ള കാലമാണ്. പൊതുവെ ഈ വർഷം മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്ന സമയമാണ്. മനഃശാന്തി കുറയുന്ന സമയമാണ്. ഭാവന സംബന്ധമായിട്ടുള്ള മാറ്റം ഉണ്ടാകാം. ഭാവന വായ്പ സംബന്ധമായി ചില പ്രശ്നങ്ങളും ഉണ്ടാകാം. വാഹന വായ്പകൾ മൂലം മനക്ലേശം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ തൊഴിൽ മാറ്റത്തിനും സാധ്യതയുണ്ട്. എന്നാൽ മേലധികാരികളിൽ നിന്നും സർക്കാരിൽ നിന്നും ഒക്കെ സാമ്പത്തിക നേട്ടങ്ങൾ, വിദേശയാത്ര കൊണ്ട് ധനലാഭം, ചിട്ടി, ഷെയർ മാർക്ക് എന്നിവയിൽ നിന്നും ധനലാഭം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. പൊതുവെ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ്. പരീക്ഷാ കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്നതാണ്. റവന്യൂ, പോലീസ്, കോടതി എന്നീ വിഭാഗങ്ങളിൽ നിന്ന് ചില പ്രത്യേക നടപടികൾ ഉണ്ടാകുന്നതാണ്. സ്വർണം, പണം, പട്ടുവസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ എന്നിവയ്ക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. കരുതൽ എടുക്കേണ്ടതാണ്. ഉത്രട്ടാതിക്കാർക്കും രേവതിക്കാർക്കും ഗുണഫലങ്ങൾ കൂടുതലായിട്ട് ലഭിച്ചേക്കാം. മീനക്കൂറുകാർ ദോഷശാന്തിക്കായി മഹാവിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത്. കൂടാതെ ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്കും ശാസ്താവിന് എള്ളുപായസവും ഒക്കെ സമർപ്പിക്കുന്നത് ദോഷത്തെ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായിക്കും. ഇനി നമുക്ക് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ വിശേഷ വിഷുഫലത്തെ ഒന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മീനക്കൂറിൽ വരുന്ന പൂരിട്ടാതി നക്ഷത്രക്കാരുടെ വിശേഷ ഫലത്തെ പരിശോധിക്കാം. പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് മനോദുഃഖമുണ്ടാകാം. അന്യജനങ്ങളുടെ സഹായം ആവശ്യമായിരുന്ന കാലമാണ്. ശത്രുക്കളുടെ ഹാനി ഉണ്ടാകുന്നതാണ്. സാഹിത്യ രംഗങ്ങളിൽ ശോഭിക്കാൻ സാധിക്കുന്നതാണ്. സ്വന്തം പരിശ്രമ ഫലമായി ധനം, ഭൂമി ഇവയ്ക്കൊക്കെ നേട്ടമുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾ പഠന വിഷയത്തിൽ വളരെ ശ്രദ്ധയോടെ പോകേണ്ട സമയമാണ്. അലസമനോഭാവം മാറ്റി നിർത്തേണ്ടതാണ്. ഇനി നമുക്ക് മീനക്കൂറിൽ വരുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലത്തെ നോക്കാം. സ്വന്തം പരിശ്രമങ്ങളുടെ ഫലമായിട്ട് ധനനേട്ടം ഉണ്ടാകുന്നതാണ്. അനാവശ്യമായും അധികമായും ചെലവ് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. മനസ്സിന് ദൃഢത കുറവായിരിക്കാനുള്ള സാഹചര്യമുണ്ട്. തീരുമാനങ്ങൾ എടുക്കാൻ കാലതാമസം ഉണ്ടായേക്കാം. വ്യാപാര രംഗത്ത് അപ്രതീക്ഷിത തിരിച്ചടി നേരിടേണ്ട വന്നേക്കാം. മാനസിക സംഘർഷം വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. സംഭാഷണത്തിൽ മിതത്വം പാലിക്കേണ്ടതാണ്. യാത്രകളിൽ ദോഷ അനുഭവങ്ങൾ ഉണ്ടാകാം. ഏത് കാര്യത്തെക്കുറിച്ചും ചിന്തിച്ച് ശുഭ അശുഭ ചിന്തകൾ മനസ്സിൽ മാറി എത്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഈശ്വര വിശ്വാസത്തെ മുറുകെ പിടിച്ച് മനസ്സിനെ ശാന്തമാക്കി മുന്നോട്ട് പോവുക. ഇനി നമുക്ക് മീനക്കൂറിൽ വരുന്ന രേവതി നക്ഷത്രക്കാരുടെ വിശേഷ ഫലത്തെ നോക്കാം. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മംഗളകർമ്മങ്ങൾക്ക് കുടുംബത്തിൽ സാക്ഷ്യം വഹിക്കാനുള്ള സാഹചര്യമുണ്ട്. പ്രവർത്തന മേഖലയിൽ ഉജ്ജ്വല വിജയം കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. വാഹന യോഗമുണ്ട്. നൂതന ഗൃഹനിർമ്മാണ യോഗം ഉണ്ട്. വളരെ ആലോചിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കേണ്ട സമയമാണ്. കഴിയുന്നതും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിൽ മാത്രം അഭിപ്രായം പറയുക. കർമ്മരംഗത്ത് ചുമതലകൾ വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ വിദേശ യോഗത്തിനും വിദേശയാത്രയ്ക്കും സാഹചര്യമുണ്ട്. പുതിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്താനുള്ള അവസരം ഉണ്ടാകും. എല്ലാ മേഖലയിലും പെട്ട കഠിനമായ പ്രവർത്തനം ആവശ്യമായി വരും. വ്യാപാര വിപണന മേഖലകളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് രാശിക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.